കാണാൻ പുതിയ പ്രദേശങ്ങളും മനോഹരമായ ഒരു കഥയുമായി എത്തുന്ന ബ്ലാക്ക് ബോർഡ് എന്ന ചിത്രത്തിന്റെ തുടക്കത്തിന് എല്ലാവരുടെയും അനുഗ്രഹവും പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തൊടുപുഴ ബേസ് ചെയ്ത് തൊടുപുഴക്കാരായ ഒരു കൂട്ടം കലാകാരന്മാരും അതുപോലെ രാമപുരം തൊടുപുഴയ്ക്ക് തൊട്ടടുത്തുള്ള രാമപുരത്തിൽ നിന്നൊക്കെയുള്ള പ്രൊഡ്യൂസറുമൊക്കെ ചേർന്ന് പുതിയൊരു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടു എന്നറിഞ്ഞതിൽ ഇന്ന് അതിൻ്റെ ഈ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായിട്ട് അവരോട് നന്ദി പറയുകയാണ്. തൊടുപുഴ മേഖല എന്ന് പറയുന്നത് സിനിമാ ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യ അല്ലെങ്കിൽ ഒരു ഭാഗ്യ ലൊക്കേഷനാണ്. നാളിതുവരെ ഏതാണ്ട് 600ഓളം സിനിമകൾ തൊടുപുഴയും തൊടുപുഴയുടെ പ്രാന്ത പ്രദേശങ്ങളിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന പുറപ്പുഴ പഞ്ചായത്ത്, ആ പുറപ്പുഴ കവല എന്ന് പറയുന്നത് ധാരാളം സിനിമകൾ, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയില് ആരിലക്കണ്ണ എന്ന പാട്ട് കലാഭവൻ വഴി പാടുന്നത് ഞങ്ങളുടെ ആ ഗ്രാമത്തിന്റെ നടുക്കുള്ള ഒരു ആൽമരത്തിന്റെ ചുവടിലാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയാണെന്ന് തോന്നുന്നു തൊടുപുഴയും പുറപ്പുഴയും ഒക്കെ സിനിമാ ലോകത്തിന്റെ ഒരു ഭാഗ്യ ലൊക്കേഷനായിട്ട് മാറ്റിയത്. അതിനുശേഷം ദൃശ്യം എന്ന സിനിമ, ആ 3 സിനിമകളും അതുപോലെ അതിൻ്റെ മറ്റ് ഭാഷയിൽ നിർമ്മിച്ച സിനിമകളൊക്കെ ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ വീടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അകലെയുള്ള വഴിത്തല എന്ന സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്. തൊടുപുഴ എന്ന് പറയുന്ന ഒരു സിനിമകളുടെ ഒരു ഭാഗ്യ ലൊക്കേഷനാണ്. ആ തൊടുപുഴയിൽ നിന്ന് തന്നെയുള്ള കുറച്ചധികം അനുഗ്രഹീത കലാകാരന്മാർ ഇന്നൊരു സിനിമയുടെ ബ്ലാക്ക് ബോർഡ് എന്ന ഈ പുതിയ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനത്തിലാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ വിജയങ്ങളും നേടുന്നു. സിനിമയുമായി വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണ് ഞാൻ. നിയമത്തിന്റെ കുടുക്കുകളിലായ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ 17 കൊല്ലം കഴിഞ്ഞിട്ടാണ് എറണാകുളത്തേക്ക് തിരിച്ചു റിട്ടയർ ചെയ്ത ശേഷം. ഇവിടെ വന്നപ്പോൾ ഒരു നിർമ്മാതാവ് സാന്ദ്ര തോമസിന് ഒരു വക്കീൽ നോട്ടീസ് അയക്കണമെന്ന് എൻ്റെ മകനാണ് അയച്ചത്. അവർ ചെയ്തു എന്ന് നമ്മൾ പറയുന്ന ഒരു ചെറിയ കുറ്റത്തെ കുറിച്ചാണ്. അതിന് ആ കുട്ടി ഒരു മറുപടി തന്നെ എഴുതി അയച്ചു. വളരെ ഭവ്യതയോടുകൂടി, എന്നാൽ വളരെ ഉശിരോട് കൂടിയുള്ളൊരു മറുപടി. കുറ്റം ചെയ്തുവെങ്കിൽ മാപ്പപേക്ഷിക്കാൻ തെറ്റൊന്നുമില്ല, എന്നാൽ കുറ്റം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ പിന്നീട് ആ പ്രശ്നം തീർന്നു. പക്ഷെങ്കിലും വളരെ ബുദ്ധിപൂർവമായ ഒരു മറുപടിയാണത് എന്ന് എനിക്ക് തോന്നി. അതിനു മുമ്പ് ഞാനിവിടെ നിന്ന് 2009 പോകുന്നതിന് മുമ്പ് പല സിനിമാ പ്രവർത്തകരുമായുള്ള പരിചയത്തിൽ പ്രൊഡ്യൂസർമാരെ കുറിച്ച് അത്ര വലിയ നല്ല ഒരു ധാരണ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഈ കുട്ടിയുടെ മറുപടി കേട്ടു അത് മാറി. ആ സാഹചര്യത്തിൽ ഒരു സംശയമില്ല, ഷാജുവിന് ഇതൊരു നല്ല തുടക്കമായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. സോജൽ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വളരെ ശാന്തനാണ് മനുഷ്യൻ. പല പല സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞുവെങ്കിലും അതെല്ലാം തന്നെ വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്തതാണ്. ഒരു സംശയവും വേണ്ട, ഇതേപോലെ ഒരു സിനിമയുടെ ആ ഉരുത്തിരിഞ്ഞു വരേണ്ട രീതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞു വരാൻ അദ്ദേഹത്തിൻ്റെ ശാന്തത എന്നെ സഹായിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. ഈ വേള നമുക്കെല്ലാം ഇനി ഒരു സിനിമ ഇറങ്ങി ഒരു വൻ വിജയത്തിലേക്ക് കുറിച്ച ശേഷം നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കും, ഇത് കുരുവിട്ട നിമിഷം നമ്മളും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ആശംസകളും ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഞാൻ നേരുന്നു. ഇത്രയും ആദരണീയനായ ഈ സിനിമയുടെ നിർമ്മാതാവ്
ഞാൻ എൻ്റെ സഹോദര തുല്യനായി കാണുന്ന ഡയറക്ടർ സോജൻ ജോയ് സർ, എൻ്റെ സഹപ്രവർത്തകർ, സിനിമയെ സ്നേഹിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിനകത്തുള്ള എൻ്റെ സിനിമാ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട് ബ്ലാക്ക് ബോൺ എന്ന് പറയുന്ന ഈ സിനിമയുടെ ഈ പൂജാവേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും. അതിനേക്കാളെല്ലാം ഉപരി നിങ്ങളിൽ പലരും അറിയാത്തത്, ഒരുപക്ഷെ നല്ല ആരോഗ്യത്തോടുകൂടി ചുറുചുറുക്കോടുകൂടി ഓടി നടന്ന ഒരു സോജൻ ജോയ് മാഷുണ്ടായിരുന്നു. 1.5 വർഷം കൊണ്ട് അദ്ദേഹവുമായിട്ട് സ്നേഹബന്ധത്തിലാണ് ഞാൻ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇല്ലായ്മകളിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ സിനിമയുടെ ഓഡിഷൻ സമയത്തും ഞാനതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ പറയുന്ന പോലെ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒരുപോലെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് മനസ്സിലാക്കാൻ വേദഗ്രന്ഥങ്ങൾ എന്നെ സഹായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ തുടങ്ങാൻ പോകുന്ന ബ്ലാക്ക് ബോൺ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും അനുഗ്രഹത്തോടെ നല്ലൊരു ടീമോടുകൂടി ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു അവസരം ലഭിച്ചു. ഇന്ന് ഈ പരിപാടി നടക്കുന്നതിനും നാളുകൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ വിഷനുള്ള, ഒരുപാട് ആഗ്രഹങ്ങളുള്ള, ഒരുപാട് സിനിമകളുടെ അസോസിയേറ്റായിട്ടും ചീഫ് അസോസിയേറ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ച ഒരുപാട് പരിചയസമ്പന്നതയുള്ള സോജൻ ജോയ്. പക്ഷെ എല്ലാത്തിനും ഒരു സമയം, കാലം, ദേശം, ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു ബ്ലെസ്സിങ് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 35 വർഷം കൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വഴി എന്നെ കോളേജ് അധ്യാപക വഴിയിലേക്ക് കൊണ്ടുപോയി. സിനിമ കലാരംഗം മറന്നു. പക്ഷെ അവിടെയും ദൈവികമായ ഒരു നന്മ, ഒരാശീർവാദം ഉണ്ടായതുകൊണ്ട് 2020 ബിഗ് ബോസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു റിയാലിറ്റി ഷോയിലേക്ക് ക്ഷണം കിട്ടുകയും അവിടെ എത്താൻ കഴിഞ്ഞതും അവിടെ തൊട്ട് വീണ്ടും സിനിമാ പ്രവർത്തനങ്ങളുമായി വാതിൽ തുറന്നു വരികയും പ്രവർത്തനങ്ങളുമായി ഇവിടം വരെ എത്തിച്ചേർന്നതും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും തുടർന്നുണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.